തിരിച്ചടി. വധശിക്ഷയിൽ 26 രാജ്യങ്ങളുടെ പ്രതിഷേധം. ഇറാനിൽ പ്രതിഷേധക്കാരെ വധിച്ചതായി ആരോപിക്കപ്പെടുന്നതിനെ അപലപിച്ചതിന് ശേഷം ഫ്രാൻസിനും മറ്റ് 25 രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയനുമെതിരെ തിരിച്ചടിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി. കാപട്യം ആരോപിച്ചും ഗാസ സംഘർഷത്തിനിടയിൽ ഇസ്രായേലിനുള്ള അവരുടെ പിന്തുണയും ഇറാനെതിരായ സൈനിക നടപടിയും അവരുടെ ധാർമ്മിക ഉന്നതിയിലുള്ള അവകാശങ്ങളെ ദുർബലപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. എക്സിലെ ഒരു പോസ്റ്റിൽ ഫ്രാൻസ് മനുഷ്യാവകാശങ്ങളെയും അന്താരാഷ്ട്ര നിയമങ്ങളെയും കുറിച്ച് മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നത് ഒഴിവാക്കണമെന്നാണ് അരാഗ്ചി പറഞ്ഞത്. അവർ പ്രകടമായ കാപട്യമാണെന്ന് ആരോപിച്ചു. ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചും അന്താരാഷ്ട്ര നിയമത്തെക്കുറിച്ചും ലോകത്തോട് പ്രസംഗിക്കുന്നത് നിർത്തണം. കാപട്യം പ്രകടവും ലജ്ജാകരവുമാണ്. ഗാസയിലെ ഇസ്രായേലിന്റെ വംശഹത്യയെയും ഇറാനെതിരായ ആക്രമണത്തെയും നിങ്ങൾ പിന്തുണച്ചത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായി നിങ്ങൾ സങ്കല്പിച്ച ഏതൊരു ധാർമ്മിക ഉന്നതിയെയും നശിപ്പിച്ചു. ഫ്രാൻസ്, കാനഡ, അൽബേനിയ, ജർമ്മനി, ഓസ്ട്രിയ, ബെൽജിയം, സൈപ്രസ്, ഡെൻമാർക്ക്, സ്പെയിൻ, എസ്തോണിയ, ഫിൻലൻഡ്, ഐസ്ലൻഡ്, ലാത്വിയ, ലിത്വാനിയ, നോർത്ത് മാസിഡോണിയ, മോണ്ടിനെഗ്രോ, ന്യൂസിലാൻഡ്, നെതർലാൻഡ്സ്, പോർച്ചുഗൽ, ചെക്ക് റിപ്പബ്ലിക്, റൊമാനിയ, സ്ലോവാക്യ, സ്ലോവേനിയ, സ്വീഡൻ, യുണൈറ്റഡ് കിങ്ഡം, യൂറോപ്യൻ യൂണിയന്റെ ഉന്നത പ്രതിനിധി എന്നിവർ പ്രതിഷേധക്കാരുടെ തുടർച്ചയായ വധശിക്ഷകളെയും ഇറാൻ വധശിക്ഷ നടപ്പിലാക്കുന്നതിനെയും അപലപിച്ച് സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പരാമർശം. വിയോജിപ്പുള്ളവരെ നിശബ്ദരാക്കാനും സമൂഹങ്ങളെ ഭയപ്പെടുത്താനും മൗലികാവകാശങ്ങൾ വിനിയോഗിക്കുന്നതിന് ആളുകളെ ശിക്ഷിക്കാനും വധശിക്ഷ ഉപയോഗിക്കുന്നത് ന്യായീകരിക്കാനാവില്ലെന്ന് ബുധനാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. വധശിക്ഷയുടെ ഉപയോഗം അവസാനിപ്പിക്കാനും ഏകപക്ഷീയമായി തടങ്കലിൽ വെച്ചതായി പറയുന്ന ആളുകളെ മോചിപ്പിക്കാനും ഈ രാജ്യങ്ങൾ ഇറാൻ അധികാരികളോട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയ മാറ്റത്തിനായുള്ള ഇറാനിയൻ ജനതയുടെ ആഹ്വാനങ്ങൾക്ക് മറുപടി നൽകാനും മനുഷ്യാവകാശങ്ങളോടുള്ള ബഹുമാനം ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കാനും അവർ ടെഹ്റാനോട് ആവശ്യപ്പെട്ടു. വിമതരെ നിശബ്ദരാക്കാനും സമൂഹങ്ങളെ ഭീഷണിപ്പെടുത്താനും അവരുടെ മൗലിക അവകാശങ്ങൾ വിനിയോഗിക്കുന്നതിന് വ്യക്തികളെ ശിക്ഷിക്കാനും വധശിക്ഷ ഉപയോഗിക്കുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല. ഇറാനിയൻ ജനതയ്ക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഭയമില്ലാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശങ്ങൾ വിനിയോഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. വധശിക്ഷയുടെ ഉപയോഗം ഉടൻ അവസാനിപ്പിക്കാനും ഏകപക്ഷീയമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളെയും മോചിപ്പിക്കാനും ഞങ്ങൾ ഇറാനിയൻ ഭരണകൂടത്തോട് ആവശ്യപ്പെടുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു. കുതിച്ചുയരുന്ന പണപ്പെരുപ്പം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഭരണത്തിനെതിരായ പൊതുജന രോഷം എന്നിവയ്ക്കിടയിൽ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ആരംഭിച്ച ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവന വന്നത്. പ്രതിഷേധങ്ങളോടുള്ള ഇറാൻ സർക്കാരിന്റെ പ്രതികരണത്തെ ഫ്രഞ്ച് യൂറോപ്പ് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരോട്ട് വിമർശിച്ചു. അസഹനീയവും മനുഷ്യത്വരഹിതവുമായ അടിച്ചമർത്തൽ ഉടനടി അവസാനിപ്പിക്കണമെന്നും ഉത്തരവാദികളോടുള്ള ഉത്തരവാദിത്തം ഉറപ്പാക്കണമെന്നും രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കണമെന്നും ഇറാനിയൻ ജനതയ്ക്ക് സ്വന്തം ഭാവി നിർണ്ണയിക്കാനും മൗലികാവകാശങ്ങൾ വിനിയോഗിക്കാനുമുള്ള അവകാശത്തെ ബഹുമാനിക്കണമെന്നും എക്സിലെ ഒരു പോസ്റ്റിൽ ബാരറ്റ് ആവശ്യപ്പെട്ടു. നീതിയും അന്തസ്സും ആവശ്യപ്പെട്ട് എഴുന്നേറ്റ ഇറാനിയൻ ജനതയ്ക്കെതിരെ നടന്ന കുറ്റകൃത്യങ്ങൾക്ക് 7 മാസങ്ങൾക്ക് ശേഷവും ഭരണകൂടം വധശിക്ഷകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് രക്തം ചിന്തിക്കുന്നത് തുടരുന്നു. ഈ അസഹനീയവും മനുഷ്യത്വരഹിതവുമായ അടിച്ചമർത്തൽ അവസാനിപ്പിക്കണം. അതിന്റെ കുറ്റവാളികൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണം. ഇറാനിയൻ ജനതയ്ക്ക് അവരുടെ ഭാവി സ്വതന്ത്രമായി തീരുമാനിക്കാൻ കഴിയണം. അവരുടെ മൗലിക അവകാശങ്ങൾ മാനിക്കപ്പെടണം. ഇറാനിലെ അബ്ദുറഹ്മാൻ ബോറൗണ്ട് സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ കണക്കനുസരിച്ച് 2026 ഇറാനിൽ ഇതുവരെ കുറഞ്ഞത് 198 പേരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. അതിൽ 17 പേരെ ഓഗസ്റ്റിൽ ഇതുവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.